അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറാൻ നയങ്ങൾക്ക് യുഎസ് പാർലമെന്റിൽ കടുത്ത തിരിച്ചടി. ഇറാന്റെ സൈനിക നടപടികൾ അവസാനിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ യുദ്ധം തുടരുന്നതിന് മുമ്പായി കോൺഗ്രസിന്റെ മുൻകൂർ അനുമതി നേടണമെന്നോ നിർദ്ദേശിക്കുന്ന പ്രമേയം റിപ്പബ്ലിക്കൻ നിയന്ത്രണത്തിലുള്ള യുഎസ് സെനറ്റ് പാസാക്കി. ചൊവ്വാഴ്ച നടന്ന വോട്ടെടുപ്പിൽ ഡെമോക്രാറ്റുകൾക്കൊപ്പം ഏതാനും റിപ്പബ്ലിക്കൻ അംഗങ്ങൾ കൂടി ചേർന്നതോടെ 50-48 എന്ന വോട്ടിനാണ് പ്രമേയം സെനറ്റ് പാസാക്കിയത്. ഈ മാസം ആദ്യം യുഎസ് ജനപ്രതിനിധി സഭയും ഇതേ പ്രമേയം പാസാക്കിയിരുന്നു. അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കത്തിനാണ് ഇപ്പോൾ യുഎസ് പാർലമെന്റ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. എന്നാൽ ട്രംപിന്റെ ഇറാൻ നയങ്ങൾക്ക് വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയായിട്ടാണ് ഈ പ്രമേയം കാണുന്നതെങ്കിലും അതിന്റെ പ്രായോഗിക തലത്തെക്കുറിച്ചുള്ള ഭരണഘടനാ വിദഗ്ധർ ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കൻ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇതിനു മുൻപും ഇത്തരമൊരു സംയുക്ത നീക്കം ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ പ്രമേയത്തെ ശ്രദ്ധേയമാക്കുന്നത്. 1973 അമേരിക്കയിലെ വാർ പ്രവേഴ്സ് റെസൊല്യൂഷൻ നിലവിൽ വന്നതിന് ശേഷം ഒരു യുഎസ് പ്രസിഡന്റിനോട് വിദേശ രാജ്യത്തെ സൈനിക നടപടികൾ അവസാനിപ്പിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ഇരു സഭകളും ഒരുമിച്ച് ഒരു കൺകറന്റ് പ്രമേയം പാസാക്കുന്നത് ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ്. ഇത് ട്രംപിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെയുള്ള ജനപ്രതിനിധികളുടെ ശക്തമായ നിലപാടാണ് കാണിക്കുന്നത്. ഇരു സഭകളും പ്രമേയം പാസാക്കിയെങ്കിലും അതിന് ട്രംപിന്റെ സൈനിക നീക്കങ്ങളെ നിയമപരമായി തടയാൻ കഴിയില്ല എന്നതാണ് ഇതിന്റെ മറുവശം. യുഎസിൽ പ്രസിഡന്റിന്റെ ഒപ്പുവെക്കലിനായി അയക്കുന്ന മറ്റ് സാധാരണ നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസിന്റെ പൊതുവികാരമോ താല്പര്യമോ പ്രകടിപ്പിക്കുന്ന ഒന്നാണ് കൺകറന്റ് പ്രമേയങ്ങൾ. അതുകൊണ്ട് തന്നെ ഇരുസഭകളും പാസാക്കിയെങ്കിലും അത് പ്രസിഡന്റിന്റെ ട്രംപിന്റെ അംഗീകാരത്തിനായി വൈറ്റ് ഹൗസിലേക്ക് അയക്കില്ല. നിയമപരമായ വിലക്കുകൾ ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ ഈ നീക്കം നിലവിലൊരു പ്രതീകാത്മക നടപടി മാത്രമായി ഒതുങ്ങും. നിയമസാധ്യതയില്ലെങ്കിലും ഈ പ്രമേയം അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത്. ഇതൊരു യഥാർത്ഥ വിലക്കിനേക്കാൾ ഉപരി കൈത്തണ്ടയിൽ തട്ടുന്നത് പോലെയുള്ള ഒരു ചെറിയ മുന്നറിയിപ്പ് മാത്രമാണ്. കാരണം ഇതിന് നിയമപരമായ കേടുപാടുകളില്ല. എങ്കിലും ഭരണകൂടത്തിന്റെ യുദ്ധക്കൊതിക്കെതിരെയുള്ള അമേരിക്കൻ ജനതയുടെ യഥാർത്ഥ വികാരത്തെയാണ് ഈ പ്രമേയം പ്രതിഫലിക്കുന്നത്. ഇത് മിഡിൽ ഈസ്റ്റ് അനലിസ്റ്റ് ലോറൻ ബ്ലൂമെൻഫീൽഡ് BBC-യോട് വ്യക്തമാക്കി. സ്വന്തം രാജ്യത്തെ ജനങ്ങളും ജനപ്രതിനിധികളും യുദ്ധത്തിനെതിരാണെന്ന സത്യം ട്രംപിന് ഇനിയും അവഗണിക്കാൻ കഴിയില്ല. യുഎസ് സെനറ്റിൽ പ്രമേയം പാസാക്കിയതിന് പിന്നാലെ വൈറ്റ് ഹൗസും ഭരണപക്ഷവും കടുത്ത പ്രതിസന്ധിയിലാണ്. പ്രമേയം പാസ്സായ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ കോൺഗ്രസ് അംഗങ്ങൾക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത്. ഈ വോട്ടെടുപ്പ് ഫലം ഭരണകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും പരസ്യമാക്കിയിരിക്കുകയാണ്. താൻ ഇറാനെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ജനപ്രതിനിധികൾ അതിന് തടസ്സം നിൽക്കുന്നുവെന്നാണ് ട്രംപിന്റെ പ്രധാന ആരോപണം. പ്രമേയം അവസരോചിതമല്ലാത്തതും അർത്ഥശൂന്യമാണെന്നുമാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത്. തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഇറാനെ ഞാൻ പൂർണ്ണമായും വീഴ്ചയുടെ വക്കിൽ എത്തിച്ചു നിർത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് യുഎസ് സെനറ്റ് അർത്ഥശൂന്യമായൊരു വാർ പവേഴ്സ് ആക്ട് വോട്ടെടുപ്പ് നടത്താൻ തീരുമാനിക്കുന്നത്. ഈ സെൻറ്റർമാർ തന്റെ ജോലി കൂടുതൽ ബുദ്ധിമുട്ടാക്കി തീർത്തു. എങ്കിലും താനത് എങ്ങനെ വിജയിപ്പിക്കും? വരാനിരിക്കുന്ന നിർണായകമായ ഇടക്കാല തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഭരണകക്ഷിക്കുള്ളിലുണ്ടായ ഈ ഭിന്നത ട്രംപിന് വലിയ രാഷ്ട്രീയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. സെനറ്റിൽ ഭൂരിപക്ഷം ഉണ്ടായിട്ടും റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഈ പ്രമേയം തടയാൻ കഴിഞ്ഞില്ല. റാൻഡ് പോൾ, ലിസ മുർക്കോവസ്കി, സൂസൻ കോളിൻസ്, ബിൽ കാഡ്സി എന്നീ 4 പ്രമുഖ റിപ്പബ്ലിക്കൻ സെനറ്റർമാർ പാർട്ടി നിലപാട് പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്യുകയായിരുന്നു. സ്വന്തം അണികൾക്കിടയിൽ തന്നെ ട്രംപിന്റെ യുദ്ധനയങ്ങളോട് കടുത്ത വിയോജിപ്പുണ്ടെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അതേസമയം പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിലും ഈ വോട്ടെടുപ്പ് ചില അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. പ്രമുഖ ഡെമോക്രാറ്റിക് സെനറ്ററായ ജോൺ ഫൈറ്റർമാൻ സ്വന്തം പാർട്ടിയുടെ കൂട്ടായ തീരുമാനത്തിന് വിപരീതമായി പ്രമേയത്തിനെതിരെയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. വോട്ട് നിലകളിലുണ്ടായി അപ്രതീക്ഷിത മാറ്റങ്ങൾ ഇരു പാർട്ടിക്കുമുള്ളിൽ പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കടുത്ത ആഭ്യന്തര തർക്കങ്ങളുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. ഫെബ്രുവരി 28-നാണ് ഇറാനുമേലുള്ള ഇസ്രായേൽ ആക്രമണങ്ങൾ ആരംഭിച്ചത്. യുദ്ധത്തെ തുടർന്ന് അമേരിക്കയിൽ പെട്രോൾ വില കുതിച്ചുയർന്നത് പൊതുജനങ്ങൾക്കിടയിൽ വലിയ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. ഈ ജനവികാരമാണ് ജനപ്രതിനിധികളെ ഇത്തരമൊരു നീക്കത്തിന് പ്രേരിപ്പിച്ചത്. ഇതിനിടെ യുദ്ധച്ചെലവുകൾക്കായി പെന്റഗൺ കഴിഞ്ഞ ദിവസം കോൺഗ്രസിനോട് $80 മില്യൺ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ യുഎസും ഇറാനും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ തുടരുകയാണ്. ഇറാന്റെ ആണവ പദ്ധതി അവസാനിക്കുന്നതിനെ സംബന്ധിച്ച് വിപുലമായ കരാറിലെത്താൻ ഇരുപക്ഷത്തിനും ഇനി 60 ദിവസത്തെ സമയമുണ്ട്. വരും ദിവസങ്ങളിലെ ചർച്ചകൾ ലോകം അതീവ ഗൗരവത്തോടെ ഉറ്റുനോക്കുകയാണ്.